ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ എക്സൈസിൽ ലഭിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡലായ സൗമ്യ എന്നിവരെയാണ് അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തത്. 10 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. നടന്മാർക്ക് ലഹരി ഇടപാടുമായി നിലവിൽ ബന്ധമില്ല എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഷൈന്, തസ്ലീമ, മോഡൽ സൗമ്യ എന്നിവരുമായി പെൺവാണിഭ ഇടപാടിൽ ബന്ധങ്ങളുണ്ട്. സൗമ്യയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് എക്സൈസ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഷൈൻ ടോം ചാക്കോയെ എക്സൈസ് തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി. എത്താൻ നിർദ്ദേശിച്ച സമയത്തിനും മണിക്കൂറുകൾക്ക് മുൻപേ നടന്മാർ ചോദ്യം ചെയ്യലിനായി ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലെത്തി. ആദ്യം എത്തിയത് ഷൈൻ ടോം ചാക്കോ, പിന്നാലെ ശ്രീനാഥ് ഭാസിയും. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലിമയെ സംബന്ധിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു ഇരുവരുടെയും മറുപടി. പിന്നാലെ എറണാകുളത്തെ മോഡൽ കെ സൗമ്യയും ചോദ്യം ചെയ്യലിന് ഹാജരായി. അത് അവളെ കുറിച്ച് അറിയാം, ഫ്രണ്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. അറിയില്ല. ചികിത്സയിലാണെന്നും 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകണമെന്ന ഷൈന്റെ ആവശ്യത്തെ സംബന്ധിച്ച ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. നമ്മൾ ചോദ്യം മൊഴിയെടുക്കാനായിട്ട് അവരെ വിളിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ. തുടർന്ന് 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. സൗമ്യയെ ചോദ്യം ചെയ്തതിൽ നിന്നും സിനിമാ മേഖലയിലെ ലഹരി പെൺവാണിഭ ഇടപാടുകൾ പുറത്തുവന്നു. റിയൽ മീറ്റ് എന്ന പേരിൽ പെൺവാണിഭ ഇടപാടാണ് ഷൈനുമായി ഉള്ളതെന്ന് സൗമ്യ എക്സൈസിനോട് സ്ഥിരീകരിച്ചു. കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയുമായി 6 വർഷത്തെ അടുപ്പമുണ്ടെന്നും വ്യക്തമായി. വൈകിട്ട് 7:15 വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന ഉറപ്പിന്മേൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സൗമ്യ പുറത്തേക്ക്. നടന്മാരുമായുള്ളത് സൗഹൃദം മാത്രമെന്ന് പ്രതികരണം. ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. വേറെ ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. 1 വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിലൂടെ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അതെ 1 വർഷം. പിന്നാലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എക്സൈസിന്റെ തന്നെ വാഹനത്തിൽ ഷൈൻ ടോം ചാക്കോ തൊടുപുഴയിലേക്ക്. ചോദ്യങ്ങൾക്ക് അപ്പോഴും മൗനം. നടന്മാരെ ഇനിയും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളുന്നില്ല. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയെന്നോ അല്ലാതുള്ള ഒരാളെന്നോ ഇല്ല. ഞങ്ങൾ ഈ ഡ്രഗ് കേസാണ്. ആ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെ ഇടപാടുകളുണ്ടോ അവരെ നമ്മൾ വിളിച്ച് ചോദിക്കും. ശ്രീനാഥ് ഭാസിയെയും പിന്നീട് വിട്ടയച്ചു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാർക്ക് ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ എക്സൈസിന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രതികളുമായി പെൺവാണിഭ ഇടപാടുകൾ സ്ഥിരീകരിക്കാൻ എക്സൈസിനായിട്ടുണ്ട്. കേസിൽ നാളെ ഹാജരാകേണ്ടത് മുൻ ബിഗ് ബോസ് താരം ജിൻഡോയും സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായി ജോഷിയുമാണ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് വീണ്ടും എക്സൈസ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വർഷങ്ങളായി സിനിമാ മേഖലയിൽ ലഹരി ഇടപാടുകൾ നടത്തുന്ന തസ്ലീമയുടെ ലഹരി കച്ചവടമാണ് ഇതോടെ പൊളിയുന്നത്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.